ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് LDC ആലപ്പുഴ ജില്ലയിലെ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അക്ഷാംശ സ്ഥാനം ഏത്? 8 ഡിഗ്രി 4 മിനിറ്റ്, 37 ഡിഗ്രി 6 മിനിറ്റ്. ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റിനും 37 ഡിഗ്രി 6 മിനിറ്റിനും പൂർവ്വ രേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റിനും 97 ഡിഗ്രി 25 മിനിറ്റിനും മധ്യേയാണ് ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ സ്ഥാനം. ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റിനും 37 ഡിഗ്രി 6 മിനിറ്റിനും പൂർവ്വ രേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റിനും 97 ഡിഗ്രി 25 മിനിറ്റിനും മധ്യേയാണ് ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ സ്ഥാനം. ഭൂമിയുടെ ആകൃതിക്ക് സമാന്തരമായി കടന്നു പോകുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഗായ്മുഖ് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗംഗ. ഗംഗ നദിയുമായിട്ടാണ് ഗായ്മുഖ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ്. ഗംഗ ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഗ്ലേസിയറിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ്. ഗംഗ ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഗ്ലേസിയറിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. യമുന ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അഴിമുഖ പ്രദേശമാണ് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ. ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ ലോകത്തിലെ ഏറ്റവും വലിയ അഴിമുഖ പ്രദേശമാണ്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏത്? കവരത്തി. കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം. ഇന്ത്യയിലെ 7 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഏറ്റവും ചെറുതാണ് ലക്ഷദ്വീപ്. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള കേന്ദ്രഭരണ പ്രദേശവും ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപിലെ ജനവാസമുള്ള ദ്വീപുകളിൽ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ത്രോത്ത്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ത്രോത്ത്. ആൻഡമാൻ നിക്കോബാർ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ തലസ്ഥാനമാണ് പോർട്ട് ബ്ലെയർ. പോർട്ട് ബ്ലെയർ എന്നത് ആൻഡമാൻ നിക്കോബാർ പ്രദേശത്തെ തലസ്ഥാനമാണ്. പശ്ചിമ ബംഗാളിൽ വേനൽക്കാലത്തുണ്ടാകുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? കാൽബൈശാഖി. കാൽബൈശാഖി എന്ന പേരിലാണ് പശ്ചിമ ബംഗാളിൽ വേനൽക്കാലത്തുണ്ടാകുന്ന മഴ അറിയപ്പെടുന്നത്. ആസാം, ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിൽ ലഭിക്കുന്ന തീവ്രമായ ഇടിമഴ അതിവൃഷ്ടിക്ക് കാരണമാകുന്നു. ഈ കൊടുങ്കാറ്റുകളെ കാൽബൈശാഖി വൈശാഖ മാസത്തിലെ അത്യാഹിതം അഥവാ നോർവെസ്റ്റുകൾ എന്ന് വിളിക്കുന്നു. കാൽബൈശാഖി അഥവാ വൈശാഖ മാസത്തിലെ അത്യാഹിതം അഥവാ നോർവെസ്റ്റുകൾ എന്നാണ് ആസാം, ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിൽ ലഭിക്കുന്ന തീവ്രമായ ഇടിമഴ അതിവൃഷ്ടിക്ക് കാരണമാകുന്നതിനെ വിളിക്കുന്നത്. കേരളത്തിലും കർണാടകം തീരങ്ങളിലും കാലവർഷത്തിന് മുമ്പായി ലഭിക്കുന്ന മഴയാണ് മാംഗോ ഷവർ. മാംഗോ ഷവർ കേരളത്തിലും കർണാടകം തീരത്തിലും കാലവർഷത്തിന് മുമ്പായി ലഭിക്കുന്ന മഴയാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ചൂടേറിയ കാറ്റാണ് ലൂ. ലൂ എന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ചൂടേറിയ കാറ്റാണ്. ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം എവിടെ? ഡൽഹി. ഡൽഹിയാണ് ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയാണ്. ദക്ഷിണ റെയിൽവേ ചെന്നൈയാണ്. പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ ചർച്ച് ഗേറ്റാണ്. മുംബൈ ചർച്ച് ഗേറ്റാണ് പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം. പൂർവ്വ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. പൂർവ്വ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. മധ്യ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ CST ആണ്. മുംബൈ CST ആണ് മധ്യ റെയിൽവേയുടെ ആസ്ഥാനം. ഏത് സംഭവത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത്. 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം AD 1600 ആണ്. AD 1600.
ബീഹാറിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് ആരായിരുന്നു? കൻവർ സിംഗ്. കൻവർ സിംഗ് ആയിരുന്നു ബീഹാറിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത്. 1957 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമായിരുന്നു. ബഹദൂർ ഷാ രണ്ടാമനും ഭക്ത് ഖാനുമായിരുന്നു ഡൽഹിയിൽ നേതൃത്വം നൽകിയത്. 1857 വിപ്ലവത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് താന്തിയ തോപ്പിയാണ്. താന്തിയ തോപ്പിയാണ് 1857 വിപ്ലവത്തിന് ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത്. ഝാൻസിയിൽ നേതൃത്വം കൊടുത്തത് ഝാൻസി റാണിയാണ്. ഝാൻസി റാണിയാണ് ഝാൻസിയിൽ നേതൃത്വം കൊടുത്തത്. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുവാൻ കർഷക രാജാവായി സ്വയം പ്രഖ്യാപിച്ചത് ആരെ? ബിർസ മുണ്ട. ബിർസ മുണ്ടയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ കർഷക രാജാവായി സ്വയം പ്രഖ്യാപിച്ചത്. ധർത്തി ആബ അഥവാ ഭൂമി പിതാവ് എന്ന പേരിലാണ് ബിർസ മുണ്ട അറിയപ്പെടുന്നത്. ധർത്തി ആബ അഥവാ ഭൂമി പിതാവ്. റാഞ്ചിയിലാണ് ബിർസ മുണ്ട വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ബിർസ മുണ്ട വിമാനത്താവളം റാഞ്ചിയിലാണ്. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ആരെ? സുരേന്ദ്രനാഥ് ബാനർജി. സുരേന്ദ്രനാഥ് ബാനർജിയാണ് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത്. 1876 സുരേന്ദ്രനാഥ് ബാനർജി ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത്. 1876. പൂനെ സാർവജനിക് സഭ സ്ഥാപിച്ചത് മഹാദേവ ഗോവിന്ദ റാനഡെയാണ്. മഹാദേവ ഗോവിന്ദ റാനഡെയാണ് പൂനെ സാർവജനിക് സഭ സ്ഥാപിച്ചത്. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം? 1911. 1911 ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത്. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നടന്നത്. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നടന്നത്. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. 1911 ഹർഡിഞ്ച് സെക്കൻഡ് പ്രഭുവാണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത്. 1911 ഹർഡിഞ്ച് സെക്കൻഡ് പ്രഭുവാണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത്. ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്? 1949. 1949 ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് രൂപീകൃതമായത്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് രൂപീകൃതമായത്. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചു. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചു. ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിൽ ഐക്യത്തിനു വേണ്ടി സമ്മേളനം നടന്ന സ്ഥലം എവിടെ? ബന്തൂങ്. ബന്തൂങ്ങിൽ വെച്ചിട്ടാണ് ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിൽ ഐക്യത്തിനു വേണ്ടി സമ്മേളനം നടന്ന സ്ഥലം. 1955 ബന്തൂങ്ങിൽ നടന്ന ആഫ്രോ ഏഷ്യൻ ഉച്ചകോടിയാണ് ചേരിചേര സംഘടനയുടെ രൂപീകരണ കാര്യങ്ങൾ ചർച്ച ചെയ്തത്. 1955 ബന്തൂങ്ങിൽ നടന്ന ആഫ്രോ ഏഷ്യൻ ഉച്ചകോടിയാണ് ചേരിചേര സംഘടനകളുടെ രൂപീകരണ കാര്യങ്ങൾ ചർച്ച ചെയ്തത്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. 1954 ഏപ്രിൽ 29 നെഹ്റുവും ചൈനീസ് പ്രീമിയർ ചൗ എൻലായും ചേർന്നാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. 1954 ഏപ്രിൽ 29 നെഹ്റുവും ചൈനീസ് പ്രീമിയർ ചൗ എൻലായും ചേർന്നാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. പഞ്ചശീല തത്വങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ചൈനീസ് പ്രീമിയറായിരുന്ന ചൗ എൻലായാണ്. ചൈനീസ് പ്രീമിയറായിരുന്ന ചൗ എൻലായാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ രാഷ്ട്രപതിയായത് രാജേന്ദ്ര പ്രസാദാണ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി. രാഷ്ട്രപതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 52 ആർട്ടിക്കിൾ 52 രാഷ്ട്രപതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ. ഇന്ത്യയുടെ പ്രഥമ പൗരനും ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപനും
രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരനും ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപനും രാഷ്ട്രപതിയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ രാഷ്ട്രപതി. അദ്ദേഹം തത്വചിന്തകനായ രാഷ്ട്രപതി എന്ന പേരിൽ അറിയപ്പെടുന്നു. തത്വചിന്തകനായ രാഷ്ട്രപതി. റിപ്പബ്ലിക്കിൻ്റെ സുവർണ ജൂബിലി സമയത്തെ പ്രസിഡന്റ് കെ.ആർ. നാരായണനാണ്. കെ.ആർ. നാരായണനാണ് റിപ്പബ്ലിക്കിൻ്റെ സുവർണ ജൂബിലി സമയത്തെ പ്രസിഡന്റ്. 1948 ആറ്റോമിക് എനർജി കമ്മീഷൻ്റെ അധ്യക്ഷൻ ആര്? ഹോമി ജെ ഭാഭ. ഹോമി ജഹാംഗീർ ഭാവയാണ് 1948 ആറ്റോമിക് എനർജി കമ്മീഷൻ്റെ അധ്യക്ഷൻ. അദ്ദേഹം ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവാണ്. ഹോമി ജഹാംഗീർ ഭാവ ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവാണ്. ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആസ്ഥാനം മുംബൈയാണ്.